ഷെയർ ചെയ്യാൻ പോണതൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ABC ജ്യൂസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ജ്യൂസാണെന്ന്. അപ്പോൾ അത് സ്കിന്നിന് ഗ്ലോ ചെയ്യാനും അതേപോലെ തന്നെ കളർ വെക്കാനും മുഖത്തേക്കുള്ള ഒരു പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയൊരു ജ്യൂസാണിത്. പക്ഷെ എന്നാൽ അതിന് ചെറിയൊരു സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം അതെന്താണെന്ന്. ആദ്യം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. ഇതിനായിട്ട് ഞാൻ ഒരു ആപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ബീട്രൂട്ടാണ്, ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതും തൊലി കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റും തൊലി കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വെള്ളം. പിന്നെ വേണമെങ്കിൽ നമ്മൾക്ക് ഓപ്ഷണലാണ് 1 ടേബിൾ സ്പൂൺ, അതായത് ആവശ്യത്തിനുള്ള തേനിന് പകരം ഡേറ്റ്സും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ ആപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇവ ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തേക്കണ ആ കപ്പിൽ ഏകദേശം ശരിക്കും കപ്പളവിൽ 1.5 കപ്പ് വെള്ളം കൊള്ളും. അപ്പം അതും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാതെ തന്നെ നല്ല മധുരം ഉണ്ടാകും, കാരണം ആപ്പിളിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമില്ല അത് ചേർക്കണമെങ്കിൽ. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സും ചേർത്ത് കൊടുക്കുക. 1 or 2 ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല മധുരം ഉണ്ടാകും. പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കണ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് കിഡ്നി സ്റ്റോണിന് കാരണമാകും, ഇത് എല്ലാ ദിവസവും കുടിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ടാകും. ചിലർക്ക് ലൂസ് മോഷൻ, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയുള്ള കാരണങ്ങളും ഇത് ദിവസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 കഷ്ണം ഇഞ്ചി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾക്കുള്ള വേറിനുള്ള സ്റ്റക്കാവേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അസിഡിറ്റി, ആ പ്രോബ്ലമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് അരിക്കാതെയാണ് ഞാൻ എടുത്തേക്കണത്. കാരണം അരിക്കാതെയാണ് ശരിക്കും കഴിക്കേണ്ടത്. പക്ഷേ ടേസ്റ്റ് അരിച്ച് കഴിക്കുമ്പോഴാണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു തരി ഇങ്ങനെ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിച്ചോ അരിക്കാതെയോ കുടിക്കാം. പിന്നെ ഇത് എല്ലാ ദിവസവും കുടിക്കരുത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകും, അതേപോലെ തന്നെ നല്ല നിറം വെക്കും. പിന്നെ നമ്മുടെ മുഖത്തേക്കുള്ള പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് രാവിലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിലാണ് നമ്മളിത് കുടിക്കേണ്ടത്. അതായത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമൊക്കെ ആയിട്ട് ഇത് കഴിച്ചാൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരിക്കാതൊക്കെ കഴിച്ച് 1 ഗ്ലാസ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളായിട്ടുള്ള ഫീലായിരിക്കും. അപ്പോൾ പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 hours കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം വേറെ എന്തെങ്കിലും കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനുണ്ടാവുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അതൊന്ന് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആരെങ്കിലും പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.